അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആണ്. നമ്മുടെ സ്വന്തം കല്ലൻസിലെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആണ്. ഇതിനകത്ത് നെക്വെയർ പരിചയപ്പെടുത്തും, ബ്രേസ്ലെറ്റ് പരിചയപ്പെടുത്തും, ഒരുപാട് സാധനങ്ങൾ പരിചയപ്പെടുത്തും. അപ്പോൾ കാണാൻ റെഡി ആയിരുന്നു. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയർ മാലയാണ്. ലെയർ മാല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സാധാരണ അറിയാവുന്ന 1, 2, 3 ലെയറൊക്കെയുള്ള ഒരു കുറച്ച് വലിയ മുത്തുള്ള പോളിഷ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ളതല്ലാതെ വേറെ ലെയർ മാലകളുണ്ട്. ഇതൊരു ലെയർ മാലയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെയുള്ള ഈ ഓൾമോസ്റ്റ് സിമിലർ പ്രോഡക്ട്സ് വേറെ കളർ കോമ്പിനേഷനിൽ അവൈലബിൾ ആണ്. അതായത് ഇതിനകത്ത് ഗോൾഡനും സിൽവറാണുള്ളതെങ്കിൽ റോസ് ഗോൾഡ്, സിൽവർ, അതായത് റോഡിയം കോട്ടഡും അങ്ങനെയുള്ള കളർ കോമ്പിനേഷൻസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഗോൾഡും റോഡിയം കോട്ടഡ് ആയിട്ടുള്ള, അതായത് സിൽവർ കോമ്പിനേഷനിലും ആണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ മുത്തുള്ള 2 ലെയർ ഉള്ള മാലയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 9 ഗ്രാമാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള നെക്വേഴ്സ് എല്ലാം 1 പവന് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ 1 പവന് താഴെയുള്ള നെക്വേഴ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തിന്നായിട്ടുള്ള ഒരു സാധനമാണ് എല്ലാവർക്കും ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ലൈറ്റ് വെയ്റ്റ് കളക്ഷനിലെ ബ്രേസ്ലെറ്റ്സ് ആണ്. പെണ്ണുങ്ങളുടെയൊക്കെ ഒരു വീക്ക്നെസ് ആണ് അല്ലേ. ഇതുണ്ട്, എനിക്ക് ഇവിടെ നേടാൻ തന്നത് കണ്ടോ, നല്ല അടിപൊളി കുഞ്ഞൊരു ബ്രേസ്ലെറ്റ്. അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിനകത്ത് വന്നിട്ട് ചെറിയൊരു ചെയിനിൽ റോഡിയം കോട്ടഡും അതുപോലെ ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 3.5 ഗ്രാമാണ്. അപ്പോൾ എന്തൊരു ലൈറ്റാണ് അല്ലേ. പക്ഷെ കാണാനുണ്ട് കേട്ടോ, 3.5 ഗ്രാമേ ഉള്ളൂ എന്നൊന്നും പറയില്ല. മുത്തൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. ഹാങ്ങിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെയിറ്റ് തോന്നും, കുറച്ച് പൊലിമയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റ് ആണ്. ഇനി അടുത്ത ബ്രേസ്ലെറ്റ്, ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 7.5 ഗ്രാമാണ്. 8 ഗ്രാം, 1 പവന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണിത്. ഇതിനകത്ത് വന്നിട്ട് റോഡിയം കോട്ടഡും അതുപോലെ ഗോൾഡൻ കളറുമായിട്ട് ഗോൾഡിലും വയർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഉള്ളിൽ ഇൻഫിനിറ്റി ഡിസൈനിൽ ചെറിയ പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബ്രേസ്ലെറ്റ് പരിചയപ്പെടാം. ഇതും വന്നിട്ട് ഏകദേശം നേരത്തെ കണ്ടതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നേരത്തെ ഇൻഫിനിറ്റി ആയിരുന്നു അകത്തുണ്ടായിരുന്നത്. ഇതിനകത്ത് റൗണ്ട് പാറ്റേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും വന്നിട്ട് വൈറ്റ് ഗോൾഡും റോഡിയം കോട്ടഡും അതുപോലെ ഗോൾഡൻ കളറിലുള്ള കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1 പവന് തൊട്ട് താഴെ നിൽക്കുന്ന 8 ഗ്രാംസിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത്. ഇനി നമുക്ക് അടുത്ത ബ്രേസ്ലെറ്റ് കാണാം. ഇതും 1 പവൻ വെയിറ്റിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. ചെറിയ റൗണ്ട് ഡിസൈനിൽ അതിനകത്ത് ഒരു ചെറിയ റൗണ്ട് വെച്ചിട്ട് ചെത്ത് ഡിസൈനാണ് ഓരോ റൗണ്ടിൻ്റെയും പുറത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വന്നിട്ട് ചെറിയ ഒരു എന്താ പറയുക ഗോൾഡൻ ഷെയ്ഡും അതുപോലെ ചെറിയ ഒരു എന്താ പറയുക ഗോൾഡൻ ഷെയ്ഡിൻ്റെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ്. ആ ചെത്ത് ഡിസൈൻ വരുമ്പോൾ ആ ഷെയ്ഡ് ഒന്ന് മാറും അല്ലേ. അപ്പം ആ ഗോൾഡൻ ഷെയ്ഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് വെച്ചിട്ടാണ് ഈ ബ്രേസ്ലെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഏതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തൊക്കെ ഓൾട്രേഷൻസ് ആണ് ഇതിനകത്ത് വരുത്താൻ പറ്റുന്നത് എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന പർച്ചേസിംഗ് പ്ലാൻസ് ഒക്കെ ഉള്ള നിങ്ങളുടെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഞങ്ങളുടെ കണ്ടന്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കല്ലൻസിൻ്റെ ആലുവയിലുള്ള ബ്രാഞ്ചിലാണ്. കല്ലൻസിന് പെരുമ്പാവൂരും പൂക്കാട്ടുപടിയും ബ്രാഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ പർച്ചേസിംഗ് പ്ലാൻസ് ഒക്കെ തകൃതിയായിട്ട് നടക്കട്ടെ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.